ഇന്നലെ ആട്ടോ എന്റെ വീട്ടിൽ കൊന്ത ഉണ്ടായത്. എന്റെ വീടെന്ന് പറയുമ്പോഴത്തേക്കും തമ്മനത്ത്. ഒക്ടോബർ മാസത്തിൽ നമ്മുടെ കുടുംബ യൂണിറ്റിൽ എല്ലാ വീടുകളിലും കൊന്ത ഉണ്ടാവാറുണ്ട്. ഓരോ യൂണിറ്റിലും ഓരോ മാതാവിന്റെ രൂപം ഉണ്ടാവും. ഓരോ ദിവസം ഓരോ വീട്ടിലും വെച്ച് പ്രാർത്ഥിക്കോട്ടോ. അങ്ങനെ ഇന്നലെ ആയിരുന്നിട്ട് നമ്മുടെ വീട്ടില് ഇതെല്ലാം കഴിയുമ്പോഴത്തേക്കും ചെറിയൊരു സ്നേഹവിരുന്നുണ്ടാവും. ഓരോ വീട്ടുകാർക്കും എന്താണോ ഇഷ്ടം അത് നമുക്ക് കൊടുക്കാം. ചുന്നൻ ഉറക്കത്തിൽ നിന്ന് എണീറ്റപ്പോ കേട്ടോ മാതാവിന്റെ രൂപം കാണുന്നത്. അങ്ങനെ എല്ലാരെയും കണ്ടപ്പോഴത്തേക്കും ഇവിടെ എന്താ സംഭവം എന്ന് പറഞ്ഞ് തുറച്ചു നോക്കണേ ഏട്ടാ. പിന്നെ വീട്ടിലെ ഗൃഹനാഥൻ അടുത്ത വീട്ടിൽ എവിടെയാണോ കൊണ്ടു നടക്കുന്നത് അവിടുത്തെ ആളുടെ കയ്യിലേക്ക് ഈ രൂപം കൈമാറണോട്ടാ. അങ്ങനെ ഇവിടെ നിന്ന് ഇറങ്ങി തിരിയൊക്കെ കത്തിച്ച് അടുത്ത വീട്ടിലേക്ക് നമ്മൾ പ്രദക്ഷിണമായിട്ട് പോകോട്ടാ. നമ്മുടെ കയ്യിലുള്ള മാതാവിന്റെ രൂപം ഭയങ്കര അത്ഭുതമുള്ള രൂപമാണ്. എന്ത് പ്രാർത്ഥിച്ചാലും അത് നമുക്ക് നടത്തി തരും. പണ്ടൊക്കെ മുടങ്ങാണ്ട് അമ്മ എല്ലാ കൊന്തയ്ക്കും കൊണ്ടുപോകുന്നു. വലുതായപ്പോ കുറച്ച് മടിയായെന്ന് വേണമെങ്കിൽ പറയാം. നമ്മ ചിക്കൻ സമൂസയും ചായ ഏട്ട കൊടുത്തത്. അങ്ങനെ അവിടെ നമ്മ ടാറ്റയൊക്കെ പറഞ്ഞ് നമ്മ നേരെ വൈപ്പിലോട്ടാണ് പോയത്. വേറെ ഒന്നല്ല, നമ്മുടെ ഋഷിയുടെ ബർത്ത്ഡേ ആയിരുന്നേ. ചെറിയ രീതിയിൽ ഒരു കേക്ക് കട്ടിങ്, ചെറിയൊരു പാർട്ടിയും ഉണ്ടായി. അങ്ങനെ നമ്മുടെ പറമ്പിലെ പിള്ളേരെല്ലാരും കൂടെ കേക്ക് കട്ടിങ് ഉഷാറാക്കിട്ടാ. കൂടെ ചിന്നനും കൂടിയായിരുന്നു. ചിഷിന്നാണ് ചിന്നൻ വിളിക്കുന്നത്. വന്ന് പപ്പയുടെ കൂട്ടുകാരന്മാരൊക്കെ പേരാണ് ഇപ്പൊ ഇവിടെ വിളിക്കുന്നത്. നമ്മുടെ മെയിൻ കേക്ക് കട്ടറാണ് ചമലിച്ചേട്ടൻ. പിന്നെ എല്ലാരും കൂടെ കേക്ക് കട്ട് ചെയ്ത് ഫുഡ് അടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ കുറച്ചധികം ടൈം അവിടെ സ്പെൻഡ് ചെയ്തിട്ടാ. അങ്ങനെ ഋഷിയുടെ തൊപ്പിയൊക്കെ വാങ്ങി ചിന്നൻ കൈ പിടിച്ച് നമ്മ അവിടെ നിന്ന് പോയിട്ടാ. അപ്പൊ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ബൈ.